ഹൗസ് സർജൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളെ 11 മണിക്ക് ഈ നമ്മൾ പറഞ്ഞ ഡിമാൻഡ്സിന് പവറുള്ള ആൾക്കാരെ മാത്രമേ നമ്മുടെ മുന്നിൽ കൊണ്ടുവരാവുള്ളൂ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരാൾ തന്നെ വരുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. പ്രിൻസിപ്പളിനാണോ നിങ്ങൾ ആദ്യം പരാതി കൊടുക്കുന്നത്? പ്രിൻസിപ്പൽ വയ മാനേജ്മെന്റ് ആണ് നമ്മളിപ്പോൾ ഈ കത്ത് എഴുതിയിരിക്കുന്നത്. ഇനിയിപ്പം മാനേജ്മെന്റ് വരുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഇപ്പോഴും ഉറപ്പില്ല. കാരണം വരാമെന്ന് പറഞ്ഞിട്ട് ഇത്രയും ദിവസമായിട്ട് നമ്മൾ അവരിവിടെ കണ്ടിട്ടില്ല. പക്ഷെ നമുക്കിത് നടത്തി കിട്ടിയേ പറ്റുള്ളൂ. യൂണിവേഴ്സിറ്റിയിൽ നിന്നാണെങ്കിലും ആരാണെങ്കിലും നമ്മുടെ ഈ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്ത് തന്നെ പറ്റുള്ളൂ. പ്രധാനമായും റാംസാനെ ടെർമിനേറ്റ് ചെയ്യണം എന്നുള്ളതാണ്, ഡിസ്മിസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ കൺസേൺ. കൂട്ടത്തിൽ 2 സ്റ്റാഫിനെതിരെ അലിഗേഷൻസ് വന്നിട്ടുണ്ട്. അവരുടെ കാര്യം കൺസിഡർ ചെയ്യുന്ന കാര്യം നമ്മൾ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട്. കൺഫ്യൂഷൻ ഈ ഫാമിലിയുടെ ഭാഗത്ത് സംഗീത മാഡത്തിന് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. അതാണോ നിങ്ങൾ ഈ 2 അധ്യാപകരുടെ കൂട്ടത്തിൽ പറയുന്നത്? അല്ല, സംഗീത മാമിനെ അല്ല. സംഗീത മാമിനെ അല്ലാണ്ട് മറ്റധ്യാപകര്, വേറെ ഡിപ്പാർട്ട്മെന്റിലെ 2 അധ്യാപകരെ പറ്റിയിട്ടാണ്. ആരൊക്കെയാണെന്നല്ല ഇല്ല, വെളിപ്പെടുത്താൻ നമ്മളിപ്പോൾ ആഗ്രഹിക്കുന്നില്ല. പോയവരെ പോലും അദ്ദേഹത്തിനെതിരെ പരാതികൾ പറയുന്നുണ്ട്. വലിയ രീതിയിൽ ടോർച്ചർ ചെയ്യുന്നുണ്ട്. ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയറാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ളത്. അങ്ങനെ ഒരു ആരോപണം നിങ്ങൾക്കുണ്ടോ? നിങ്ങൾക്ക് അനുഭവം ഉണ്ടോ? പൊതുവായിട്ടുള്ളൊരു അഭിപ്രായമുണ്ട്. നമ്മളിപ്പം ഇന്നലെ കഴിഞ്ഞ ദിവസം ഈ 2 സ്റ്റാഫിനെതിരെ ആരോപണങ്ങൾ എന്ന് പറഞ്ഞത് നമ്മൾ കളക്ട് ചെയ്ത മെയിലിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ സ്റ്റുഡൻസിനുള്ള കൺസേൺസ് അഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഓപ്പൺ ആയിട്ട് കൊടുത്തൊരു മെയിൽ ഐ ഡിയിൽ വന്ന കംപ്ലയിൻസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ 2 സ്റ്റാഫിനെതിരെയുള്ള അലിഗേഷൻസ് പറയുന്നത്. 150-ലേറെ പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു. കൂടുതലും 3 പേരിൽ ഈ ആണ് ഏറ്റവും കൂടുതൽ പരാതികൾ വന്നിട്ടുണ്ടായിരുന്നു. പവർ മിസ്യൂസ് ആണ് അവരുടെ, അല്ലാണ്ട് ബോഡി ഷെയ്മിങ്ങോ കാസ്റ്റസോ ഒന്നും അല്ല അവിടെ വന്നിരിക്കുന്നത്. പവർ മിസ്യൂസ് ആണ്. ഇപ്പൊ അറ്റൻഡൻസ് ബോഡി ഷെയ്മിങ്ങിനെ പറ്റിയിട്ടും കളർ ഡിസ്ക്രിമിനേഷനെ പറ്റിയിട്ടും കാസ്റ്റ് ഡിസ്ക്രിമിനേഷനെ പറ്റിയിട്ടുമാണ് റാംസാനെതിരെ കൂടുതലായിട്ട് വന്നിട്ടുള്ള പരാതികൾ. അറ്റൻഡൻസ് കുറയ്ക്കുക, മാർക്ക് അവർക്കുണ്ടായിരുന്ന പവർ അവിടെ അവർ മിസ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള കംപ്ലയിൻസ് ആണ് നമുക്ക് ഇതുവരെ വന്നിട്ടുള്ളത്. അതെ, നമ്മൾ ക്ലിനിക്ക് ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു തീരുമാനമാകാതെ നമ്മൾ ഇനി ക്ലിനിക്കിൽ കയറില്ല.